ഒരു പാർലമെന്റ് അംഗം എന്ന നിലയ്ക്ക് 2 ടേം ലോക്സഭയിലേക്കും 1 ടേം രാജ്യസഭയിലേക്കും റെപ്രസെന്റ് ചെയ്ത് പാർലമെന്റ് ഉണ്ടായിരുന്നു. രാജ്യസഭയുടെ ടേം നാളെ ആദ്യത്തെ ടേം അവസാനിക്കുകയാണ്. നാളെ ഹോളിഡേയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച അവസാനിക്കുന്നു, ചൊവ്വാഴ്ച 2-ാം തീയതി, 1-ാം തീയതി അവസാനിക്കുന്നു. 2-ാം തീയതി മിക്കവാറും സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യതയുണ്ട്. പാർലമെന്റ് എല്ലാം ഏകനെ പോയാൽ അപ്പോൾ നാളെ ഇപ്പോൾ പാർലമെന്റിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങളെ കാണുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇപ്രകാരം ഒരു പത്രസമ്മേളനം നടത്തുന്നത്. കഴിഞ്ഞ ഒരു 15 വർഷക്കാലം പാർലമെന്റ് അംഗങ്ങൾ നടക്കും. പ്രത്യേകിച്ച് ലോക്സഭയിൽ ഒരു 9 വർഷക്കാലം പാർലമെന്റ് അംഗങ്ങൾ നടക്കുക. പാർലമെന്റിലുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ പ്രധാനമായും നമുക്കറിയാം, ലോക്സഭ എന്ന് പറയുമ്പോൾ നമ്മുടെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ലോക്സഭാ മണ്ഡലമാണ്. ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അതിന്റെ പുരോഗതിക്ക് വേണ്ടി അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയതും അതിനെ മുന്നോട്ട് നയിക്കുവാൻ സഹായിച്ചതും കാര്യങ്ങള് മാധ്യമങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുമായി ഞാൻ ഉദ്ദേശിച്ചത് ഒരു സൗഹൃദം പങ്കുവെക്കുവാൻ, അതോടൊപ്പം തന്നെ നമ്മൾ നടപ്പിലാക്കിയ പദ്ധതികളൊക്കെ ഒന്ന് അറിയാമെങ്കിലും അതൊന്ന് ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് ഏതെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നോട് ജോസഫ് സെബാസ്റ്റ്യൻ ഒരു മീറ്റ് പ്രസ് തന്നിരുന്നു. അപ്പോൾ എന്തോ സാങ്കേതിക കാരണങ്ങളാണ് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചത് ഡേറ്റുകൾ സൂട്ടബിൾ ആകാതെ. തീർച്ചയായും ആ കാര്യങ്ങളെ ടെൻഡേറ്റീവായിട്ട് 8-ാം തീയതി പാർലമെന്റ് കഴിഞ്ഞ് 5-ാം തീയതി വരും 8-ാം തീയതി മീറ്റ് പ്രസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അന്നേരം നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് പ്രധാനമായും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുമായി ഈ 15 വർഷക്കാലം പ്രത്യേകിച്ച് ലോക്സഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. അത് വളരെ സുപ്രധാനമായ കാര്യങ്ങൾ. ഒരുപക്ഷെ ഇത് പറയുമ്പോഴും കേരള സംസ്ഥാനത്ത് മറ്റിടങ്ങളിൽ ചെയ്യാൻ പറ്റാതെ ചെയ്യാനില്ലാത്ത വികസന പദ്ധതികൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ട്, സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധയിലേക്ക്. അതില് ഒന്ന് ഏറ്റവും പ്രധാനമായി ഞാൻ ചെറിയ നോട്ടായിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് അറിവിലേക്ക് മാത്രമാണ്. ഒന്ന് നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഏതാണ്ട് 16-ഓളം ഇപ്രാവശ്യത്തെ പ്രസിഡന്റ് അഡ്രസ്സിൽ പോലും സംസാരിക്കുകയുണ്ടായി. 16-ഓളം വരുന്ന നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് IIIT എന്നാണ് പറയുന്നത്. ആ IIIT ഉണ്ട്. അതിൽ നമുക്ക് കേരളത്തിലുള്ളത് അത് വലവൂര്, പാലാന്റെ അടുത്ത് വലവൂര് എന്ന് പറയുന്ന സ്ഥലത്ത് 50 ഏക്കർ സ്ഥലത്താണ്. ഇതൊരു വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചോളം ലോക്സഭയിലേക്ക് വന്ന ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ സെർച്ച് ചെയ്തു എന്തൊക്കെയാണ് പുതിയ സ്ഥാപനങ്ങൾ വരാൻ പോകുന്ന സാധ്യതയുള്ളത്. അതൊന്നും IIITകളില്ല. അതൊക്കെ IIT IIIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയായി മാത്രം ബന്ധപ്പെട്ടുള്ളതാണ്. അങ്ങനെ ആ IIITയിലേക്ക് വന്നു. അതിനുവേണ്ടിയുള്ള സ്ഥലം 50 ഏക്കർ എന്ന് പറഞ്ഞു. 50 ഏക്കർ കണ്ടുപിടിച്ചു. അതിന്റെ അക്വിസിഷൻ നടത്തി. അതിന് ആദ്യമേ പബ്ലിക് പാർട്ടിസിപ്പേഷൻ പറഞ്ഞു. 3 പേര് 6 കോടി രൂപ വീതം 3 സ്ഥാപനങ്ങളെ കണ്ടുപിടിക്കേണ്ടി വന്നു. 1.25 വർഷം എടുത്തു അങ്ങനെ ഒരു കക്ഷികളെ കണ്ടുപിടിക്കാൻ. അങ്ങനെ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഇതിന് സാങ്ഷനായതിനു ശേഷം 250 കോടി രൂപ മുടക്കി. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം നിങ്ങള് ജോസഫ് സെബാസ്റ്റ്യന്റെ അറേഞ്ച് ചെയ്ത ആ സ്ഥാപനം നമ്മൾ പോയി ഒന്ന് കാണുന്നതാണ്. വാസ്തവത്തിൽ കോട്ടയം ജില്ലയിലാണ്. പലർക്കും ഇത് അറിയില്ല. മാധ്യമപ്രവർത്തകർ കുട്ടികൾക്ക് പോലും 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഇവിടെ എടുത്തു നോക്കിയാൽ പലർക്കും ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് എന്നറിയില്ല. അപ്പോൾ അത് മാത്രമല്ല, വിത്തിൻ 5 ഇയേഴ്സ് ടൈമാണ് ഇതിന്റെ ഒരു പീരിയഡ്. അത് കഴിഞ്ഞിട്ട് റേറ്റ് ചെയ്യും. ആ റേറ്റ് ചെയ്യുന്നതിൽ ഇന്ത്യയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ഈ സ്ഥാപനമാണ്. ഈ അക്കാഡമിക് ഇയറൂടെ കഴിയുമ്പോൾ ഈ അക്കാഡമിക് കുട്ടികളെ കൂടി എടുക്കുമ്പോൾ 1800 കുട്ടികളാണ്. 1800 കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഇയർ ഒഴികെ ബാക്കിയുള്ള ഇന്റർ ഹൗസിൽ പഠിക്കുന്നു. മാത്രമല്ല അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവിടുത്തെ
ഫാക്കൽറ്റി ഉൾപ്പെടെയുള്ളവർക്ക് വിദേശത്തു നിന്നുള്ള അവരുടെ റിസർച്ചിനുള്ള ഗ്രാന്റ് ഉൾപ്പെടെയുള്ളത് ലഭിക്കുക. കഴിഞ്ഞ പ്രാവശ്യം പ്ലേസ്മെന്റ് നടന്നതെല്ലാം കിട്ടാറുണ്ട്. ഞാൻ പറയുന്നത് വെറുതെ ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ച് പോകില്ല. കഴിഞ്ഞ പ്രാവശ്യം പ്ലേസ്മെന്റ് നടത്തിയപ്പോൾ അവിടെ പഠിച്ച കുട്ടികൾക്ക് പ്ലേസ്മെന്റ് ആദ്യത്തെ വർഷം 60 ലക്ഷം രൂപയാണ് ഒരു വർഷം സാലറി ആയിട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിൽ കിട്ടിയതാണ്. അവിടെ തന്നെ വലിയ റിസർച്ചുകൾ നടക്കുന്നു, പലരുമായിട്ട് ടൈപ്പിലേക്ക് പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാനത്ത് ആന വന്ന വന്യമൃഗങ്ങൾ വന്ന് ആക്രമിക്കുന്നവരുണ്ട്. അന്നാലും ആ വിഷയങ്ങളുമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയപ്പോൾ അവിടെ പറഞ്ഞു, ഈ നമ്മുടെ ബി എന്ന് പറഞ്ഞ തേനീച്ചയുടെ വളർത്തി തേനീച്ചയുടെ സൗണ്ട് ഉണ്ടെങ്കിൽ ആണെങ്കിൽ പോകുന്നത്. ആ തേനീച്ച വളർത്തുകയല്ല വാസ്തവത്തിൽ, അതൊരു ഡെസിബൽ ഒരു സൗണ്ട് വേവ്സ് ആണ്. അതിന്റെ ആപ്ലിക്കേഷൻ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ട്രിപ്പിൾ ഐറ്റിയിലാണ് സ്റ്റുഡൻസ് ഉണ്ടാക്കുന്നത്. ആ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ സൗണ്ട് വരുമ്പോൾ ഓരോ ആനിമൽസിനും ഉണ്ട്, ആനകൾ ഓടിപ്പോകാറുണ്ട്. അപ്പൊ അതിന്റെ ഈ കോറിഡോർസ് സെലക്ട് ചെയ്ത് ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആന വരാതെ ഇത് വളർത്തി ഞാൻ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ. അടുത്തത് ഞാൻ ഇതിനെപ്പറ്റി വളരെയധികം വ്യക്തമായി പറയാനുണ്ട്. ഇതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഞാൻ ഇത് കണ്ട, ഈ ഫോട്ടോഗ്രാഫ് കണ്ടത് ബ്യൂട്ടിഫുൾ നല്ലൊരു ഹിൽ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. അത്രയും ഒരു ഹില്ലിന്റെ മുകളിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത അക്കാഡമിയിലെ കാര്യങ്ങൾ ഹോസ്പിറ്റൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു 250-300 കോടിക്ക് അടുത്ത് ഇപ്പോൾ അതിന്റെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഞാൻ പറയാം ലാൻഡ് ലെറ്റേഴ്സ്. ഞാൻ ലോക്സഭയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമേ ചോദിച്ചൊരു ചോദ്യം ഇവിടെയുള്ള ജനങ്ങൾ, നിങ്ങൾ പാലായിലായിരിക്കുമോ കോട്ടയത്തായിരിക്കുമോ താമസിക്കുന്നത്? ഞാൻ ഇലക്ഷൻ സമയത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വിജയിച്ചാൽ തീർച്ചയായിട്ടും അത് കോട്ടയമാണ് എന്റെ പട്ടണത്തിന്റെ രണ്ടാമത് കോട്ടയത്ത് വന്ന് താമസിക്കും. ഞാൻ ഇവിടെ ആ 10 വർഷക്കാലവും ഞാനിവിടെ റെന്റിനെടുത്ത് ഇവിടെ താമസിക്കുകയായിരുന്നു. ഇവിടെ ഇരുന്ന് ലാൻഡ് ഓഫ് ലെറ്റേഴ്സിനെ നോളജ് ഹബാക്കി മാറ്റുവാനുള്ള ശ്രമമാണ്. ആ നോളജ് ഹബാക്കി മാറ്റുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം നമ്മുടെ ഒരു ബലം എന്ന് പറയുന്നത് സാക്ഷരതയാണ്. അപ്പൊ ഇവിടെ വലിയ ഫാക്ടറി നടക്കില്ല, വിദ്യാർത്ഥികൾക്ക് ഇവിടെ വന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. ഇനി ഈ ട്രിപ്പിൾ ഐറ്റിയിൽ പോലും വിദേശത്തു നിന്ന് വരുന്ന സ്റ്റുഡൻസുകളുടെ സാഹചര്യം പോലും ഉണ്ടാകാനുള്ള ഒരു ഇതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ജപ്പാനിൽ നിന്നുള്ള ടൈപ്പ് വരെ കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. അടുത്തത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. ആ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സർക്കാർ ലെവലിലുള്ള നമുക്കറിയാം കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, ട്രിപ്പിൾ ഐറ്റിയുടെ എക്സാം തന്നെയാണ്. അതുപോലെ തന്നെ ഉള്ളൊരു എക്സാം ഉണ്ട് ജേർണലിസവുമായി ബന്ധപ്പെട്ട്. ആ ജേർണലിസത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം സൗത്ത് ഇന്ത്യയിലെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി മാറിയിരിക്കുന്നതാണ്. പാമ്പാടിലുള്ള 10 ഏക്കർ സ്ഥലത്തില്. അത് ആ സ്ഥലം തിരിക്കാൻ വേണ്ടി ഏതാണ്ട് 3 വർഷം എടുത്തു. സ്ഥലം നമുക്ക് സ്ഥലമില്ലാത്ത പ്രശ്നമാണ്. ആ സ്ഥലം വന്നു, അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആ എസ്റ്റാബ്ലിഷ് ചെയ്ത് മാത്രമല്ല എല്ലാവർക്കും പ്ലേസ്മെന്റ് ആണ് കിട്ടിയത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് പ്രാദേശികമായ ഭാഷയിൽ ഇപ്പോൾ IMC എന്ന് പറയുന്ന മാസ് കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ PG കോഴ്സും ഇപ്പോൾ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് നടത്തുന്നത്. അത് അവിടെ കിട്ടുന്നവർക്കെല്ലാം അത് അഡ്വർടൈസ്മെന്റ് ആയിട്ടും ജേർണലിസവുമായി ബന്ധപ്പെട്ട് ഇന്ന് അതിന്റെ ഭാഗമാണെന്ന് നമ്മൾ കാണുന്നത്. ഇവർക്കെല്ലാം വലിയ തോതിലുള്ള പേയ്മെന്റ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് നടത്തുന്നുണ്ട്. അടുത്തത് നമ്മൾ പറയുന്നത് സയൻസ് സിറ്റിയാണ്. നമുക്കറിയാവുന്നത് 30 ഏക്കർ സ്ഥലത്ത്. അതും കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ തുടക്കം. ആ തുടക്കത്തിൽ കേന്ദ്രവും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് ചെയ്തു 30 ഏക്കർ സ്ഥലത്ത്. അതിന്റെ ഫസ്റ്റ് ഫേസ് ഉടനെ തന്നെ നമുക്ക് അത് കേന്ദ്രത്തിന്റെ ഫസ്റ്റ് ഫേസ് ഉള്ളത് തന്നെ. അവിടെയും നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണ്? കുട്ടികൾക്കും ഇവർക്കെല്ലാം ഒരു ആശയങ്ങൾ കൊടുക്കുക, കണ്ടുപിടുത്തങ്ങൾ, ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾക്ക് അത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ റീച്ച് മാറും, അവരുടെ ഒരു തീർച്ചയായിട്ടും അവരുടെ ഒരു വിഷൻ വലുതായിട്ട് വരും. അതിലേക്ക് നമ്മൾ വിദ്യാർത്ഥിക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു നമുക്ക് പദ്ധതി നമ്മൾക്ക് തന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അത് നമുക്ക് അനുവദിച്ചിട്ടുണ്ടാകും. ഞാൻ ഈ സയൻസ് സിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഈ പറഞ്ഞ ഇതിന്റെ അടിയിൽ ഞാൻ അടുത്തതായി എഴുതിയിരിക്കുന്ന 1 MB 1 ഐഡിയ എന്നുള്ളത് ഞാൻ ഈ നോട്ട് ചെയ്തിരിക്കുന്നതെല്ലാം വളരെ സ്പെഷ്യാലിറ്റി ഉള്ളതും മറ്റ് സ്ഥലങ്ങളിൽ ഇല്ലാത്തതുമായ കാര്യങ്ങൾ മാത്രമല്ല. 100 കാര്യങ്ങൾ വേറെ. 1 MB 1 ഐഡിയ എന്ന് പറയുന്നത് അത് ഏറ്റവും നല്ല കണ്ടുപിടുത്തത്തിൽ നിന്നാണ്
ഈ പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ആശയങ്ങൾ മാത്രം പോരാ, കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ പ്രോട്ടോടൈപ്പ് ആയി ഉണ്ടാക്കിക്കൊണ്ടിരുന്നയാള് ആ കണ്ടുപിടുത്തത്തിന് നമ്മൾ 5 ലക്ഷം രൂപ കൊടുക്കും. എങ്ങനെയാണ്? എംപിയിലാണെന്ന് പറഞ്ഞ പ്രാദേശിക വികസന ഫണ്ട്. ഇന്ത്യയിൽ ഇത് ആരും ചെയ്തിട്ടില്ല. പക്ഷെ ലോക്സഭയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ അവിടെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് 2.5 വർഷമെടുത്തു ഈ പദ്ധതി നടപ്പിലാക്കാൻ. എന്തിനാണ് ഇത് നടപ്പിലാക്കാൻ? അനൗൺസ് ചെയ്യാനല്ല, പക്ഷെ ഇത് പ്ലാനിങ് അനുവദിക്കണം. ആണെങ്കിൽ അനുവദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ജഡ്ജ്മെന്റ് നടത്തും. അതിനകത്ത് കളക്ടറാണ്, അതിന്റെ പാനലുണ്ട്, ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം. അത് ഹാക്ക് ചെയ്യുന്നില്ല എന്ന് അവർ റൂൾ അനുസരിച്ച് 6 മാസം വെച്ചോണ്ടിരിക്കണം. അത് ഹാക്ക് ചെയ്യുന്നില്ല എന്ന് ആ വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് കഴിഞ്ഞ നടപടിക്രമങ്ങൾ, ഇത് സെൻട്രൽ പ്ലാനിംഗ് സാങ്ഷൻ ആക്കണം, ദുരന്ത പ്ലാനിംഗ് സാങ്ഷൻ ആക്കണം. ഇതിന്റെ പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട്. കണ്ടാൽ കേട്ടാൽ സിമ്പിളാണ്, ഏറ്റവും നല്ല കണ്ടുപിടുത്തം എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുകയും അതനുസരിച്ച് സോഷ്യൽ ഇഷ്യൂസ്, കുട്ടികൾ വന്നത് സോഷ്യൽ ഇഷ്യൂസിന്റെ കാര്യത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ 2018 കഴിയുമ്പോൾ വെള്ളപ്പൊക്കം, ആ സമയത്ത് വെള്ളപ്പൊക്കം വരുമ്പോൾ നമുക്ക് ഈ കുട്ടനാട് മേഖലയിൽ, കുട്ടനാട് മേഖലയിൽ അവിടെ ക്യാമ്പ് സൈറ്റ് വരെ തുറന്ന് സ്കൂളിന്റെ 2ാം നില, പക്ഷെ ടോയ്ലറ്റ് ഉപയോഗിക്കത്തില്ല. കാരണം വെള്ളം റിവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ കണ്ടുപിടിച്ച വെള്ളം റിവേഴ്സ് വരാതിരിക്കുവാനുള്ളത് കണ്ടുപിടുത്തമാണ്. അങ്ങനെ നിരവധി കണ്ടുപിടുത്തങ്ങൾ, അത് 500ഓളം എൻട്രീസോളം. ഇന്ന് ഇന്ത്യ കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ചത്, പ്രസിഡന്റ് സംസാരിച്ചപ്പോഴും പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും പ്രധാനമായും പറയുന്നത് ഇന്ത്യ ഇന്ന് നമ്പർ 1 ആയിട്ടിരിക്കുന്നു. അതിൽ കേരളം നമ്പർ 1 ആയിട്ടിരിക്കുന്നു. ഏതിനാണ്? സ്റ്റാർട്ടപ്പ് ആരംഭിക്കുവാനായിട്ട്, ആരംഭിക്കാനായിട്ട് ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് അത് കേരളമാണ്. ആ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആശയങ്ങളാണ്, കണ്ടുപിടുത്തങ്ങളാണ്. ആ കണ്ടുപിടുത്തത്തിലേക്ക് കൊണ്ട് എത്തിക്കുക രാജ്യത്തെ. കാരണം ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള രാജ്യം അത് ഇന്ത്യയാണ്. അതിനുള്ള ലക്ഷ്യം, അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു വരുമാനമായി കൊണ്ടുവരാൻ കഴിയൂ. അതിനുവേണ്ടിയാണ് 1 MB 1 ഐഡിയ കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും. അത് ഞാൻ ഓർക്കുന്നു, അതിനൊരു ടെസ്റ്റ് മണി പറയാൻ ആരെ കണ്ടുപിടിക്കണം എന്ന് ഓർത്തപ്പോൾ ഞാനൊരു ഇച്ചിരി വിശദീകരിച്ച് തെറ്റിദ്ധരിക്കരുത്. അതിനുള്ള സ്ട്രെയിൻ എടുത്ത കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. അതിന് ഒരാളെ ടെസ്റ്റ് മണി, കണ്ടുപിടുത്തം നടത്തിയ ഒരാളെ ടെസ്റ്റ് മണി വലിയ IT പ്രൊഫഷണൽസിനെയൊക്കെ കൊണ്ടുവരാൻ. പക്ഷെ ഞാൻ കൊണ്ടുവന്നത് ഒരു വടയുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവര് ടെക്നോക്രാറ്റ് തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് 500 കോടി രൂപയുടെ ടേൺ ഓവറാണ്. എന്താണ് അദ്ദേഹത്തിന്റെ വിശേഷം? ഒന്നുമല്ല, നമ്മൾ ഉഴുന്നുവട മേടിക്കുമ്പോൾ ആ ഉഴുന്നുവടക്കെല്ലാം പല ഷേപ്പിലാണ്. അകത്തെ വട്ടം വളർന്ന് തിരിഞ്ഞിരിക്കും, പുറത്തെ വട്ടം വളർന്ന് തിരിഞ്ഞിരിക്കും. പക്ഷെ ഇതിനൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ചത് മുസ്തഫ എന്ന് പറയുന്ന ഒരു മലയാളി, ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. അത് വയനാട്ടിൽ നിന്നാണ്. ഹെഡ്ടൗൺ വർക്കർ ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇയാൾ ഹെഡ്ടൗൺ വർക്കർ ആയിരുന്നു. പിന്നെ എഞ്ചിനീയറിംഗ് ആയി അതിനെ പോയി പഠിച്ചു. ഉള്ളത്തേക്കും ഒരു ടെട്രാപാക്കിൽ ബാറ്ററി ഉണ്ടാക്കി പ്രസ് ചെയ്യുന്നു. അത് പെർഫെക്റ്റ് സർക്കിളിൽ വരുന്നു എന്നതാണ്. ഇന്ന് 400 to 500 crores ടേണോവറാണ്. ഞാൻ പറഞ്ഞത് ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും സോഷ്യൽ ഇഷ്യൂസ് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ, അതായിരിക്കണം നമുക്ക് ഈ ഭാവിയിൽ നമുക്ക് യുവാക്കൾക്ക് പ്രചോദനം നൽകുന്നത്. അപ്പോൾ ഈ സയൻസ് സിറ്റിയും അതോടൊപ്പം തന്നെ ഈ 1 MB 1 ഐഡിയയും അതുമായി ബന്ധപ്പെട്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇത് കൂടാതെ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ കേന്ദ്ര വിദ്യാലയം ഇവിടെ ഉണ്ട്. എന്നാലും 2ാമത് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ചില സ്ഥലങ്ങളിൽ അങ്ങനെ 1-2 ജില്ലകളിലുണ്ട്, മെട്രോയിലുള്ളേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ പാസ്പോർട്ട് ഓഫീസ് തന്നെ നമുക്കറിയാം. ഞാനിതാരും പാസ്പോർട്ട് ഓഫീസ് വരെ ആരംഭിക്കുമ്പോൾ റീജിയണൽ ഓഫീസിലാണെന്നേ ഉള്ളൂ. റീജിയണൽ ഓഫീസ് എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ്. പാസ്പോർട്ട് സേവാ കേന്ദ്രം എന്ന ആശയം മുന്നോട്ട് കേന്ദ്ര സർക്കാർ വെച്ചപ്പോൾ ആദ്യമേ കൊണ്ടുവന്നത് കോട്ടയത്തേക്കാണ്. അതിനുവേണ്ടി ഒത്തിരി പരിപാടികളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നത് കോട്ടയത്ത് മാത്രമല്ല, കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ 2 കൊണ്ടുവന്നു. ഒരെണ്ണം പറഞ്ഞത് ഇത്രയും ഡിസ്റ്റൻസ് വേണമെന്ന് പറഞ്ഞു. പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ ഇടുക്കിയിലോ ആലപ്പുഴയിലോ ഒന്നും ആയില്ല. പക്ഷെ നമ്മൾ കരിങ്ങാച്ചിറയിലും കോട്ടയത്തും പാസ്പോർട്ട് ഓഫീസ് കൊണ്ടുവന്നു. ഈയിടെ നമുക്കറിയാം, അത് പോയി വീണ്ടും തോമസ് ചാഴികാടൻ MP അത് ഇടപെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് അത് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ പാസ്പോർട്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക്, ഞാൻ പറഞ്ഞത് ആ സമയ കാലഘട്ടത്തിലൊക്കെ വിദ്യാർത്ഥികളും ഒക്കെ പറഞ്ഞത് ഏറ്റവും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, എനിക്ക് അറിയത്തില്ല എത്ര ആൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയാം. ഇന്ന് തിരുവനന്തപുരത്താണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി. ഒത്തിരി സ്റ്റുഡൻസും അവിടെയുണ്ട്. അവർക്ക് ഒരു ലാബ് ഉണ്ട്. ആ ലാബ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ പറഞ്ഞ സാധാരണ നമ്മൾ പുറത്ത് ഒരു ടെസ്റ്റ് നടത്തിയാൽ
ആ സ്റ്റെപ്പ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമുക്കൊരു ഡയബറ്റീസിന്റെ ആയിരിക്കാം, കൊളസ്ട്രോളിന്റെ ആയിരിക്കാം, അതൊക്കെ അതിന്റെ റേഞ്ചുകൾ സാധാരണ എത്രയാണോ അതിന്റെ ഒരു അത് ടെസ്റ്റ് ചെയ്യാനുള്ള അതിന്റെ ചാർജ് വരുന്നത്, അതിന്റെ മിനിമം ഒരു 50 എത്തി 10 രൂപ 15 രൂപ ഒരു കാര്യത്തിന് വേണ്ടി 50 രൂപ 100 രൂപ. പക്ഷെ ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്. അത് മാത്രമല്ല, അവർക്ക് അവരുടെ ഒരു ലിസ്റ്റ് പ്രകാരമുള്ള ഒരു ടെസ്റ്റുകൾ അതിന്റെ പ്രൈസ് ഉണ്ട്, അതനുസരിച്ചാണ് ചെയ്യുന്നത്. എല്ലാം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മിഷനറിയാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. ആ തിരുവനന്തപുരത്ത് മാത്രമുള്ള ക്ലിനിക്ക് ഇപ്പോൾ നമ്മളെ പാലാ ജനാശുപത്രി കൊണ്ടുവന്നു. അടുത്ത അവിടെ എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ളൂ, 5 കോടി രൂപയുടെ മിഷനറി ഇപ്പൊ അതിനകത്തുണ്ട്. 2-3 വർഷമായി തുടങ്ങിയിട്ട് നമ്മള് ചിലരൊക്കെ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് നടത്താറുണ്ടല്ലോ, എല്ലാം ഹെഡ് ടു ടോപ്പ് എല്ലാം കൂടെ പറഞ്ഞ് 10, 27, 30 ഐറ്റംസ് നടത്താറുണ്ട്. സാധാരണ രീതിയിൽ ഒരു ഹോസ്പിറ്റലില് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി നടത്തുന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു 5000 രൂപ തൊട്ട് 4000 തൊട്ട് 5000 രൂപ സാധിക്കും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റ് കംപ്ലീറ്റ് ഉണ്ട്. അതിനകത്ത് 900 രൂപയ്ക്ക് 900 റുപ്പീസിന് അത് കംപ്ലീറ്റ് ചെക്കപ്പ് വരെ നടത്തുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റേതാണ്. അപ്പം നമ്മുടെ ഒരു ആഗ്രഹവും കൂടെ ഞാൻ കൊണ്ടുവന്നത്. അതിനപ്പുറത്തേക്ക് നമുക്കറിയാം ഒരു വൈറോളജി ഡിപ്പാർട്ട്മെന്റ് അത് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെല്ലുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ കൺഫർമേഷൻ വരുന്നത് 2 ആഴ്ച കഴിഞ്ഞ്. സാധാരണ പൂവിലേക്ക് വിടും, അല്ലെങ്കിൽ ഹൈദരാബാദിൽ വിടും. അപ്പോൾ അത് തിരിച്ചു വരുമ്പോൾ തന്നെ ഈ എപ്പിഡമിക് ചിലപ്പോൾ സ്പ്രെഡ് ചെയ്ത് പോയെന്നില്ല, ഇത് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ. പക്ഷെ വി ഷുഡ് ഹാവ് ഇവിടെ തന്നെ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഒരു വൈറോളജി അതിനൊരു 10 സ്ഥലം വേണം, പക്ഷെ അതില്ലാതെ ആയി പോയി എന്നുള്ളതാണ്. അത് ഒന്ന് കൊണ്ടുവരാൻ ഇത് ആദ്യത്തെ സ്റ്റെപ്പ് വരയ്ക്കാണ് പോകുന്നത്. ഇതൊക്കെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു വികസന പദ്ധതികൾ മാത്രം ഞാൻ പറയുന്നത് മാത്രമേ. ഇപ്പോൾ അടുത്ത് റോഡ് വികസനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. നമുക്കറിയാം, നമ്മള് ഡീസലും പെട്രോളും അടിക്കുമ്പോൾ നേരത്തെ അടിക്കുമ്പോൾ അതിന് സെസ് ഉണ്ടായി. ആ സെസ്സിന്റെ ഒരു ഭാഗം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോഡ് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് കൊടുക്കണമായിരുന്നു. പക്ഷെ അതങ്ങനെ പോയിക്കൊണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത് ആദ്യമായിട്ടാണ് CRF റോഡ് അത് ആ ഘട്ടത്തില് ഇവിടെ ഞാൻ അതിനൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനമാണെന്ന് അറിയുന്നു കേരളത്തിലേക്ക് ആദ്യമേ കൊണ്ടുവരികയും മാത്രമല്ല ഈ പറഞ്ഞ 200 കോടി രൂപ 7 വർഷം കൊണ്ട് 200 കോടി രൂപയുടെ റോഡ് നിർമ്മാണം. അത് പല റോഡുകളായി ഇവിടുന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മണനാട് തൊട്ട് നേരത്തെ പുതുപ്പള്ളി തൊട്ട് നമ്മുടെ അങ്ങ് ചങ്ങനാശ്ശേരി കഴിഞ്ഞ് ബന്ധുരുത്തി വരെയുള്ള റോഡിന്റെ BMDC അന്ന് ചെയ്തത് ഈ സെൻട്രൽ റോഡ് ഫണ്ടിലാണ്. ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പല റോഡുകൾ കൂത്താട്ടുകുളത്തേക്കുള്ളതും ഇലഞ്ഞിയിലേക്കുള്ളതും ഇതെല്ലാം സെൻട്രൽ റോഡ് ഫണ്ട് വഴി അത് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള BMDC ചെയ്തിട്ടുള്ളതാണ്. അന്ന് 90% അത് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് തന്നെയായിട്ടാണ് അത് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിപ്പോ പല സമയങ്ങളിലേക്ക് വന്നു. പക്ഷെ 200 കോടി രൂപയുടെ ആദ്യത്തെ ഇത്രയും നാൾ ഉണ്ടായിരുന്നെങ്കിലും നമുക്കത് ടാപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പൊ റെയിൽവേയുടെ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ആദ്യമേ നമുക്ക് ഞാൻ ഓർക്കുന്നത് നമ്മുടെ മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായിരുന്നു പ്രപ്പോസൽസ് കൊടുത്ത ആ ബഡ്ജറ്റിൽ. അത് ബഡ്ജറ്റിൽ കൂടെ വന്നെങ്കിൽ ഇത് പതുക്കെ ടേക്കപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ടോട്ടൽ ആദർ സ്റ്റേഷൻ 16 കേരള സംസ്ഥാനത്ത് ഡിക്ലെയർ ചെയ്തു. അന്ന് 7 എണ്ണവും അത് കോട്ടയം ലോക്സഭ മണ്ഡലത്തിൽ നമ്മുടെ സർക്കാരിനൊക്കെ അറിയാൻ പറ്റും. അത് വലിയ വാർത്തകളായിട്ട് വന്നു. അത് ഈ ഉദ്ദേശിക്കുന്ന മുളന്തുരുത്തി തൊട്ട് വൈക്കത്തോട് കുറുവട്ടോട് കുറുപ്പന്തറ അത് കഴിഞ്ഞ് ഏറ്റുമാനൂര് ചെങ്ങമരം വരെയുള്ള ആ ആദ്യ സ്റ്റേഷനുകളാണ് ആദ്യമേ അതിന്റെ ഡെവലപ്മെന്റ് മുഴുവൻ നമുക്ക് നടത്തുവാൻ കഴിയും. ഇപ്പോൾ അവിടെ പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നോക്കി പാർക്കിംഗ്, മൾട്ടി ഫ്ലോർ പാർക്കിംഗ്, സിമെന്റ് ഉപയോഗിക്കാതെ സ്റ്റീൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കേരള സംസ്ഥാനത്ത് ആദ്യത്തെ ഇടയില്ല. നമുക്കറിയാം മുടിയിലായിരിക്കുന്നത്. അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറയുന്ന പ്രയാസമാണ്. ഞാൻ ലോക്സഭയിൽ നിന്ന് മാറുന്നതിന്റെ ഒരു 6 മാസക്കാലം മുമ്പാണ് 20 കോടി രൂപയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിയിട്ടുകൊണ്ടിരിക്കുന്നത്. 20 കോടി രൂപയുടെ ആ വികസനം നമുക്ക് അത് ഡിക്ലെയർ ചെയ്യാം. അതിന് നടപടികളും ആയി മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഉള്ളത് നമുക്കറിയാം ഈ മത്സ്യ മാർക്കറ്റുകൾ കേരള സംസ്ഥാനത്തിന്റെ കേന്ദ്ര പദ്ധതികൾ നമ്മൾ കേന്ദ്ര പദ്ധതിപ്പെടുത്തി നമുക്ക് മത്സ്യ മാർക്കറ്റുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വൈക്കത്ത്
അതാണ് ഏറ്റവും പ്രധാനം, ഏറ്റുമാനൂര്, അതുപോലെ തന്നെ മുളന്തുരുത്തിയിലൊക്കെ മത്സ്യ മാർക്കറ്റ്. ഇപ്പം ഈ കായിക മേഖലയുടെ ഇവിടെ തൊട്ടടുത്തുള്ള ഇൻഡോർ സ്റ്റേഡിയം വാസ്തവത്തിൽ അത് പലവട്ടം ഉദ്ഘാടനങ്ങളൊക്കെ വളരെ ആവശ്യമായ 10-20 വർഷമായിട്ട് ഇങ്ങനെ അതിന്റെ ചർച്ചകളൊക്കെ നടന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ YMCA ഒരു ഭാരവാഹി എന്നോട് വന്നൊരു കുടുംബയോഗം ഞങ്ങളിങ്ങനെ കുറെ പ്രാവശ്യം ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെ സ്ഥലമുണ്ട്, അതെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നും ചോദിച്ചു. അന്ന് ഞാൻ ഓർക്കുന്നത് അക്ഷയ മക്കനായിരുന്നു അന്നത്തെ സ്പോർട്സ് മന്ത്രി. ആദ്യമേ ഈ നെഹ്റു സ്റ്റേഡിയത്തിന് വേണ്ടി 6 കോടി രൂപ അന്നത്തെ കാലത്ത് 6 കോടി രൂപ അനുവദിച്ചു. അതാ സിന്തറ്റിക് ട്രാക്കിന് വേണ്ടി. അപ്പോൾ കുറച്ച് പൈസ ചിലപ്പോൾ അതിന്റെ ലെൻഡിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കത് ഗംഭീരമാക്കി എടുക്കാമെന്ന് ഈ പ്രിൻസിപ്പൽ സാങ്ഷൻ ചെയ്തു. പക്ഷെ തലേ ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഐ എം ക്യാൻസലിംഗ് ഓൾ ഈ പറഞ്ഞ സിന്തറ്റിക് ട്രാക്കിലാണ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ പല സ്ഥലത്തും കിട്ടും. എന്താന്ന് ചോദിച്ചപ്പോൾ ആരോപണം, അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യാണ്. യു ഗീവ് മി അനദർ പ്രോജക്ട് 24 മണിക്കൂറിനാണ് സാങ്ഷൻ. അന്നേരമാണ് ഇങ്ങനെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഒരു ഫയൽ തിരുവനന്തപുരത്ത് കൊണ്ട് അന്ന് ഡൽഹിയിൽ നേരെ തിരുവനന്തപുരത്ത് ആ ഫയൽ എടുത്തുകൊണ്ട് കൊടുക്കുകയും പിറ്റേ റാഷൻ ആകുകയും അതിനകത്ത് 6 കോടി രൂപ കേന്ദ്രത്തിന്റെ ഫണ്ട് നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് അതുകൂടാതെ നമുക്ക് പല വികസന പദ്ധതികളും നമുക്ക് പലതും ഉണ്ട്. അതൊക്കെ പ്രാദേശികമായ വികസന പദ്ധതികളിലേക്കാണ്. പിന്നെ പ്രധാനമായും നമുക്കറിയാം ഇടപെടലുകൾ പല കാര്യങ്ങളിലും നമ്മുടെ നമ്മുടെ കാര്യമായാലും നമ്മുടെ ഊഹാസംഖ്യയുടെ കാര്യങ്ങളായാലും നമ്മള് ഈ പറഞ്ഞ ബഫർ സോണിന്റെ വിഷയങ്ങളായാലും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിന്റെ അവകാശം കടന്ന മക്കൾക്ക് എന്നുള്ള ആ ഒരു രജിസ്ട്രേഷൻ പാസ്സാക്കണം എന്ന് ഏറ്റവും ആദ്യമേ പറഞ്ഞത്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കാരണം ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ഉണ്ട്, എന്ന് പറഞ്ഞാൽ ട്രൈബൽസിന് ഫോറസ്റ്റിന്റെ റൈറ്റ് ഉണ്ട്. അത് 2008 അനുവദിച്ചതാണ്. അതുപോലെ ഒരു റൈറ്റ് കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയും എല്ലാവരും അതുകൊണ്ട് വിളിക്കുകയൊക്കെ ചെയ്യും. ഞാൻ ഒന്ന് സമപ്പ് ചെയ്യണം. ഞാൻ സൂചിപ്പിച്ചതെല്ലാം ചോദിച്ച പ്രത്യേകിച്ച് ലോക്സഭ ഉണ്ടാകുന്നത് രാജ്യസഭ വരുമ്പോൾ നമുക്കറിയാം ഇത് നമ്മുടെ ഏരിയ വളരെ വ്യാപകമായി പോകുന്നു. പക്ഷെ മറ്റൊരാളുകൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ എടുത്ത് വന്നെത്താൻ പറ്റാത്ത ചിലപ്പോൾ ഇപ്പോൾ വന്ന് കാണുന്നതായിരിക്കും വളരെ എടുത്തു പറയാവുന്ന ചില പ്രത്യേക പ്രോജക്റ്റുകളാണ്. പ്രത്യേകിച്ച് കോട്ടയത്തെ ലാൻഡ് ബെൻഡേഴ്സ് ആകുമ്പോൾ ഇവിടെ നമ്മള് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു എഡ്യൂക്കേഷൻ ഫണ്ട്, അതായത് തെരഞ്ഞെടുപ്പ് 2020 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ പ്രഖ്യാപിച്ചാൽ അതിലേക്ക് കൊണ്ട് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇതെല്ലാം ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം സപ്പോർട്ട്, ഇതുമായി ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഒരു പോസിറ്റീവ് റിപ്പോർട്ടായിട്ട് മാധ്യമങ്ങൾ എനിക്ക് തോന്നുന്നു. അതിനുള്ള ഒരു നന്ദി പറയാൻ വേണ്ടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിലും നിങ്ങൾ നന്ദി ഉണ്ടാകണം, സഹകരണം ഉണ്ടാകണം, ചിന്തന ഉണ്ടാകണം. മറ്റു തീർച്ചയായും രാഷ്ട്രീയപരമായ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. അതുണ്ടാകും. 8-ാം തീയതി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാൻ നമുക്ക് വേറെ പ്രശ്നമില്ല. അപ്പൊ പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി, നമസ്കാരം. സയൻസ് സിറ്റിയിൽ വളരാനുള്ള കാരണം അതിനകത്ത് ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആദ്യമായിട്ടാണ് കേരള സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു പ്രോജക്ട് ഉണ്ടാകുന്നത്. ആ പ്രോജക്റ്റിനകത്ത് അതിന് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. അതുകൂടാതെ ഇതിനകത്ത് ഹിന്ദുസ് ആൻഡ് ലാൻഡ് അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്, ഇതിനകത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, വാട്ടർ അതോറിറ്റി ഉണ്ട്, ഇതിനകത്ത് അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ഒരു കോർഡിനേഷൻസിലേക്ക് കൊണ്ടെത്താൻ സാധിക്കാതെ രണ്ട് സർക്കാർ ഇരുന്നപ്പോഴും നേരത്തെ UDF ഞാൻ കുറ്റപ്പെടുകയാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഇതിന്റെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ടെൻഡറും കാര്യങ്ങളും ഇതെല്ലാം ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളതിനകത്ത് വരുന്നില്ലല്ലോ. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് കൊടുക്കുക, അതിന് ഫണ്ട് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുക, ഇതിന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുക, അതിനുള്ള സഹായം. പക്ഷെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള ആർക്കിടെക്ചർ സ്ട്രക്ചറായിരുന്നു തന്നെയുള്ള ആളുകളാണ്. പക്ഷെ അതിലേക്ക് കൊണ്ട് ആ ഷേപ്പിലേക്ക് കൊണ്ട് എത്തിക്കാനായിട്ട് നമ്മുടെ ലോക്കലായിട്ടുള്ള കോൺട്രാക്ടേഴ്സ് ചില ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ അതിനകത്തുള്ള ചെറിയ കൺഫ്യൂഷൻ വന്നു. ഏതൊക്കെയാലും അതിന്റെ കഴിഞ്ഞ ഒരാഴ്ചയിലും ഇതിന്റെ ഓൺലൈനിലുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ പങ്കെടുത്തു. കഴിഞ്ഞ ഒരു 20 ദിവസം വീണ്ടും ഉണ്ടായിരുന്നു. അവിടെ എല്ലാം പങ്കെടുത്തപ്പോൾ ഒരു നേതൃത്വത്തിൽ തന്നെയാണ് KM എബ്രഹാം, അദ്ദേഹത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തു. ആദ്യത്തെ ഫേസ് വളരെ അപ്പൊ ഇന്ത്യയുടെ
ഞാൻ ഒത്തിരി പറയാം. ഓൾ ഇന്ത്യ മെഡിക്കൽ എയിംസ്, ആ എയിംസുമായി ബന്ധപ്പെട്ട് BJP സർക്കാർ സർക്കാരുമായി ബന്ധപ്പെട്ട പക്ഷെ സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ പാർട്ടിയെ പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് ഉണ്ടാകും. അന്ന് ഹർഷവർദ്ധനായിരുന്നു അതിന്റെ മന്ത്രി, ഡോക്ടർ ഹർഷവർദ്ധൻ. ഞാൻ ഇമ്മീഡിയറ്റ്ലി എവിടെയെങ്കിലും ഓപ്പർച്യൂണിറ്റി ഓടി എത്താനുള്ള അന്നത്തെ ഒരു സ്റ്റേറ്റ് ഇത് വെച്ചിട്ട് ഓടി അദ്ദേഹത്തിന്റെ അടുത്ത് തീർച്ചയായും കേരളത്തിന് ആക്ച്വലി കേരളത്തിൽ ഒന്നും ഈ മീറ്റോസ് അപ്പൊ എയിംസ് ഉണ്ടാകുന്നു ഒരു സ്ഥലം ആ സ്ഥലം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. കോട്ടയത്ത് പോയിട്ട് ഈ ജില്ലയിൽ 50 സെന്റ് സ്ഥലം റവന്യൂണ്ട്. ഈ പോർട്ട് ഇരിക്കുന്നതിന് അപ്പുറത്ത് ഞാൻ വെള്ളം കേസുന്നത് 50 സെന്റ് സ്ഥലം ഉണ്ടെന്ന് അന്നത്തെ കാലത്ത് എനിക്കറിയാം. അതുണ്ടാവില്ല 50 സെന്റ് സ്ഥലം. പക്ഷെ അപ്പോൾ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് സ്ഥലം വേണം. ഞാൻ പോയി ഒരു വില്ലേജ് ഓഫീസിനെ കൊണ്ട് പോയി ഈ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് കുറച്ച് ചതുപ്പുകളൊക്കെ ഉണ്ട്. 100 ഏക്കർ സ്ഥലം അതിന്റെ അടുത്തുണ്ട്. 100 ഏക്കർ സ്ഥലം, 100 ഏക്കർ സ്ഥലത്ത് അക്വിസിഷൻ എന്താണ് അയാൾക്ക് ഇടക്കിച്ചിറ ഷെഡ് പോലെ ഉണ്ട്. ആ 100 ഏക്കർ സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് ഞാൻ ഭക്ഷണത്തിനുണ്ട് എനിക്കിത് തരണം. അങ്ങനെ വേറെ ആരും ഒരു ഏരിയയിലേക്ക് വന്നില്ല, ആരും രംഗത്തേക്ക് വന്നില്ല, ലഭ്യമാരൊന്നും വന്നില്ല. അവർ ഉള്ളിലൊക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പോയി. ഇതെല്ലാം ഒരു പോളിസി ഡിസിഷൻ ആയിട്ട് NDA സർക്കാർ ഇവിടെ കൊടുക്കണം, എന്ത് കൊടുക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ അവസാനം പറഞ്ഞു അന്നേരം അറിയാമല്ലോ പൊളിറ്റിക്കൽ ഇതൊക്കെ പറഞ്ഞു 100 ഏക്കർ പോരാ, എല്ലായിടത്തും 150 മിനിമം അല്ലെങ്കിൽ 200 എങ്കിലും വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 200 ഏക്കർ സ്ഥലം കിട്ടിയിട്ട് എനിക്ക് കേരളത്തിൽ കുഴപ്പമില്ല. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ഇന്ന് സെർച്ച് ചെയ്ത് ഭുവനേശ്വറില് 99.5 ഏക്കർ സ്ഥലത്ത് എയിംസ് ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ട്. പോളിസി ഡിസിഷൻ എയിംസ് കൊണ്ടുവരണം. അപ്പൊ ഞാൻ നോക്കട്ടെ. പക്ഷെ പുള്ളി ഒരു കാര്യമുള്ളത് പൊളിറ്റിക്കൽ ഡിസിഷൻ ആകേണ്ടി വന്നു. പൊളിറ്റിക്കൽ ഡിസിഷൻ കേരളത്തിലേക്ക് ഒരു അനുകൂലമായ തീരുമാനം അന്ന് BJP നേതൃത്വം സർക്കാർ എടുത്തിട്ടില്ല, ഇപ്പോഴും എടുക്കുന്നില്ല. അതുകൊണ്ടാണ് കൊടുത്തത്. ഇതെല്ലാം നോക്കിയിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജ് ഈസ് എ ഡിഫറെന്റ് എൻറ്റിറ്റി ആണ്. എയിംസ് ഇസ് ടോട്ടലി എ ഡിഫറെന്റ് എൻറ്റിറ്റി. ഇത് രണ്ടുകൂടെ ക്ലബ് ചെയ്യാൻ പ്രൊഫഷണലി എനിക്ക് തോന്നുന്നില്ല വലിയ ആഗ്രഹം കാണുന്നു. ടോട്ടലി ഡിഫറെന്റ് ഇതായിട്ടാണ് എയിംസ് റിസർച്ചും ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് നിൽക്കുള്ളൂ. പ്രൊഫഷണൽ ആയിട്ട് എന്റെ നേരിട്ടുള്ള ഞാൻ അവരുടെ അഭിപ്രായം സെപ്പറേറ്റ് ആയിട്ട് മെഡിക്കൽ കോളേജായിട്ട് ക്ലബ് ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്നെനിക്ക് കരുതുന്നില്ല. That's on a professional point of view. ഞാൻ മാനേജ്മെന്റ് സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിട്ടുള്ള അതിന്റെ കോസ്റ്റിന്റെ ഭാഗമുണ്ട്. പിന്നെ ഇന്നലെ മിനിയാന്നും ഞാൻ മുഖ്യമന്ത്രി ഡൽഹിയിലുണ്ടായിരുന്നു, കണ്ട് സംസാരിച്ചു. അതിനകത്ത് 8 കോടി രൂപയോളം കേന്ദ്രം തരുന്നുണ്ട്. അതിന്റെ അല്ല ഞാൻ നടത്തിയിട്ടുണ്ട്. ഒളിത്തേക്ക് നമുക്കറിയാം. ഞാൻ പറഞ്ഞത് ഞാൻ ലോക്സഭയിലായിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു. പക്ഷെ ഇന്നൊരു പ്രത്യേകത, ഒരു ദിവസം നമ്മൾ നാളെ ഇത് തീരുന്നു, എന്റെ അടുത്ത ഒരു 10ലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ നടത്തി അതിനകത്ത് ഞാൻ പറഞ്ഞത് ഈ ഓരോ പ്രോജക്റ്റുകളും വളരെ ഒരു പെക്യുലാരിറ്റി ഉള്ളതും വളരെ പ്രധാനപ്പെട്ടതും മറ്റ് മേഖലകളിലൊന്നും ഇല്ലാത്തതുമാണ്, മറ്റ് മണ്ഡലങ്ങളില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ചിലതൊക്കെ ഇപ്പൊ പതുക്കെ വന്ന് കാണുമായിരിക്കും, അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നും നോക്കാം. പക്ഷെ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്ത് ഇപ്പോഴും ഒരു പ്ലസ് എന്ന് പറയുന്നത് ആ വിദ്യാഭ്യാസം തന്നെയാണ്. നമുക്കിപ്പോ വേണ്ടോസ് കോച്ചിങ് തന്നെയാണ്. നമുക്കെല്ലാം പറയലാണെങ്കിൽ ബന്ധമുണ്ട്. അത്രയും കുട്ടികളെ അവിടെ പഠിക്കണം. ഇപ്പോൾ അവിടെ ഏതാണ്ട് ടോട്ടലി അതിന്റെ കീഴിൽ 15,000 വിദ്യാർത്ഥികളാണ്, 15,000. അപ്പം അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ മാതാനത്തുണ്ട്, ചങ്ങനാശ്ശേരിയിലുണ്ട്. അവിടെ സ്പെഷ്യൽ ക്ലാസ്സുകളാണ്. അത് IITയും എയിംസും മാത്രമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു പോയിന്റില് നമുക്ക് എത്രമാത്രം കേന്ദ്രത്തിന്റെയും അല്ലാതെ സംസ്ഥാനത്തിന്റെയും സ്ഥാപനവും സ്പെഷ്യൽ കോഴ്സുകൾ കൊണ്ടുവരാൻ പറ്റുമെന്നതാണ് ഞാൻ കാണുന്ന ഒരു വീക്ക്നെസ്. യൂണിവേഴ്സിറ്റികള് ന്യൂ ജനറേഷൻ കോഴ്സുകൾ കൊണ്ടുവരുന്നില്ല. അതിന്റെ കരിക്കുലം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നില്ല എന്നുള്ളതാണ് ഏത് സർക്കാരായിട്ട്. ആ ശ്രമം കൂടെ നമുക്ക് അത് നേരത്തെ ആണെങ്കിൽ ആ ശ്രമം നമ്മൾ പുതിയ കോഴ്സുകൾ പിള്ളേർക്ക് പല കോഴ്സുകൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച്
ഒരു ഡിഗ്രി മാത്രമല്ലല്ലോ, അത് 4 years അല്ലെങ്കിൽ കണ്ടിന്യൂസ് 5 years 2-3 degrees ആണ്. അപ്പൊ ഒരു ഓപ്ഷൻ കിട്ടും നമുക്ക്. ഇതിൽ പോകാൻ, ഈ മേഖലയിൽ പോകാൻ പറ്റില്ല, അടുത്ത മേഖലയിലേക്ക് പോകാം. സയൻസ് ആൻഡ് കൊമേഴ്സ് പോകാം, ഏത് രീതിയിലും പോകാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കോഴ്സ് കൊണ്ടുപോകുന്നെങ്കിൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അപ്പൊ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ഭയങ്കര ഒരു ട്രസ്റ്റ് മേഖലയാണ്. നമ്മുടെ കോട്ടയത്ത് മീഡിയയോട് ഇടപെട്ടുകൊണ്ട് അവിടെ കൊടുക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അല്ല, രണ്ടും കംഫർട്ടബിൾ ഒക്കെ തന്നെയാണ്. പക്ഷെ ലോക്സഭയിലാവുമ്പോൾ നമുക്കൊരു കോൺസെൻട്രേഷൻ ഒന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് കൂടുതലുണ്ടാവും. നമുക്കത് ലോക്സഭയിലാവുമ്പോൾ. രാജ്യസഭയാവുമ്പോൾ കുറച്ചുകൂടി ഒരു ലെജിസ്ലേഷൻ ആൻഡ് നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് ജനകീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്കാണ് കൂടുതൽ ചർച്ചകൾ പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ളതാണ് വരുന്നത്. അപ്പൊ നമ്മളൊരു ഇഷ്യൂ ഇപ്പം നമ്മൾ പോയി മന്ത്രിയുടെ അടുത്ത് പറയുമ്പോൾ അപ്പൊ കോട്ടയം പ്രയോജനശേഷം തന്നെ. പക്ഷെ കോട്ടയത്ത് അല്ലെങ്കിൽ ഒരു ലോക്സഭ എം പിക്ക് കൂടുതൽ പ്രശ്നം കൊടുക്കുന്നത്, കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. കാരണം അപ്പം അത് ഓരോ മേഖല MLA ആണെങ്കിലും നിയമസഭാ മണ്ഡലത്തിലായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് നമ്മള് ഈ പലപ്പോഴും കൂടുതൽ ഈ ഒരു മേഖലയായി ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുമായി ബന്ധപ്പെട്ട ദോഷങ്ങളാണ്. രാജ്യസഭയും നമുക്ക് കൂടുതൽ ഈ പറഞ്ഞ ചില നിയമനിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരാം, അവയർനെസ് കൊടുക്കാം. കാര്യങ്ങളും ഉണ്ട്. രാജ്യസഭയാകുമ്പോൾ കുറച്ചുകൂടെ പ്രശ്നങ്ങൾ കൂടും. കാരണം വെച്ചാൽ നമ്മളെ ഈ ജില്ലകളിൽ എല്ലാ ജില്ലയിൽ നിന്നാണ് വരും, മറ്റേ ഒരു ജില്ലയിൽ നിന്ന് മാത്രമല്ല ആളെ വരും. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ നമുക്കുള്ളൊരു വിഷയം വെച്ചാൽ MP-മാരുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് അവർക്ക് മാർച്ച് ആകുമ്പോൾ ലാപ്സ് ആകുന്നില്ല. ആ ലാപ്സ് ആകാത്തത് കൊണ്ട് എന്ത് പറ്റും? ഈ ഉദ്യോഗസ്ഥർ കൂടുതലും ഈ ത്രിതല പഞ്ചായത്തും MLA-മാരുടെയും ഫണ്ട് മാർച്ച് കൊണ്ട് തീർക്കുന്ന രീതിയിലുള്ള ഒരു ഉദ്ദേശങ്ങളുണ്ടാണ്. നമ്മുടെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയുമാണ്, പ്രത്യേകിച്ച് രാജ്യസഭയാണ്, മറ്റു ജില്ലകളിലാണ്. ഇവിടെ അങ്ങോട്ട് അയച്ചു ഇങ്ങോട്ട് അയച്ചു ഒരു വർക്ക് ചിലപ്പോൾ 5 ലക്ഷമായിരിക്കും. 2 വർക്ക് തീർക്കാൻ, അത് എക്സിക്യൂട്ട് ചെയ്ത് തീർക്കാൻ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഒരു 8 മാസം എടുക്കും, 1 വർഷം എടുക്കും. അപ്പൊ പറയുന്ന വലിയ എമൗണ്ട് കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ 10 ലക്ഷം 15 ലക്ഷം ആണെങ്കിൽ വർഷങ്ങളോട് എടുക്കും. അപ്പൊ ഇത് മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ഒരു ക്ലറിക്കൽ ജോബ് MP-യുടെ ആയിട്ട് മാറുകയാണ്. അത് ഭയങ്കര നമ്മുടെ കോൺസെൻട്രേഷൻ വികസനവുമായി ബന്ധപ്പെട്ട ജനകീയ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നു എന്നതാണ്. ഇപ്പോൾ പുതിയൊരു സോഫ്റ്റ്വെയർ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് 2 കോടി രൂപ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആയാൽ അത് ടൈപ്പ് ചെയ്യുമ്പോൾ 5 ലക്ഷം രൂപ റോഡ് മറ്റേത് മറിച്ചെന്ന് പറയുമ്പോൾ ഓരോന്ന് കുറഞ്ഞങ്ങ് വരും. ഓരോന്ന് അടിക്കുമ്പോൾ കറക്റ്റ് 2 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും എൻട്രി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ എൻട്രി ചെയ്യുന്ന മുഴുവൻ ഫീസിബിൾ ആണോ, അത് നടക്കുമോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ പിന്നെ എന്ത് പറ്റും? ഇപ്പോഴത്തെ റൂൾ പ്രകാരം നമ്മൾ വെയിറ്റ് ചെയ്യണം, ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് അടുത്ത ഫണ്ട് വരുന്നത്. ചിലപ്പോൾ സമയം ലാപ്സ് ആയി പോയെന്നിരിക്കും, പിന്നെ നമുക്ക് കിട്ടാതെ വരികയും. അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ വിഷയങ്ങള് അപ്പം ഈ പ്ലാനിങ്ങിൽ ഒത്തിരി കുറച്ചുകൂടെ ലിബറൽ ആകേണ്ട കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം പല വിഷയങ്ങളും ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ട്. നീറ്റിന്റെ വിഷയമുണ്ട്. അപ്പോൾ അത് പ്രധാനമായും നമ്മുടെ വിദ്യാർത്ഥികൾ 25 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ അവരെ ബാധിക്കുന്നതാണ്. എത്രയും പ്രൊഫഷണൽ ആയിട്ട് ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളത് തന്നെ ഒരു എക്സാമാണ്. അവിടെ പ്രത്യേകിച്ച് ഇപ്പൊ കേരള സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സംഭവം അവിടെ ബീഹാർ ഉത്തർപ്രദേശിലോ എങ്ങനെയൊക്കെ നടക്കുന്നത് എന്ത് വിശ്വാസതയുള്ളത്. അത് മാത്രമല്ല, ഇത് ഇപ്പോൾ എങ്ങനെ കണ്ടു, പലപ്പോഴും ഇതിങ്ങനെ നടക്കുന്നുണ്ടാകാം. അപ്പോൾ ഇതിന് അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോകുന്നു. ഇപ്പൊ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇത് വളരെ വളരെ ഗൗരവത്തോടെ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുമ്പോൾ കോമ്പറ്റീറ്റീവ് അധ്യാപകരുടെ ടെസ്റ്റ് അത് മാറ്റിവെച്ചു. ഇത് ഇങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ അതിന്റെ അന്തസ്സത്ത് തന്നെ അല്ലെങ്കിൽ അതിന്റെ വിശ്വാസത നഷ്ടപ്പെടുകയാണ്. അത് വളരെ വളരെ ഗൗരവത്തിൽ അതിനെപ്പറ്റി ഒരു ചർച്ചയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. അതാണ് ഏറ്റവും പ്രധാനം. ആ ചർച്ചയ്ക്ക് ഒരു അതിന്റെ ഔട്ട്കം എന്താകട്ടെ, എന്ത് വേണം, അതിന്റെ സജഷൻ എന്ത് വേണം, ഞാൻ ഒന്നും ഡിമാൻഡ് ചെയ്തില്ല. ഇതിന്റെ ഒരു ചർച്ച മാത്രമേ. ആ ചർച്ചയുടെ അവസാനം എങ്ങനെയായിരിക്കണം ഇനി ഫ്യൂച്ചറിൽ പോകേണ്ടത്, അത് തീരുമാനിക്കുന്ന ചർച്ച ചെയ്താൽ പറ്റുമോ? ആ ചർച്ചയ്ക്ക് സമ്മതമല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം
പാർലമെന്റ് നടക്കാറുണ്ട്. ഇതൊരു ഞാനൊരു ദേശീയ ദുരന്തമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു വിഷയമാണ്. കാരണം ഭാവി തലമുറ, ഭാവി ഇന്ത്യ, ഇതും മാത്രമല്ല ഹെൽത്തുമായി ബന്ധപ്പെട്ട, ഇന്ത്യയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇതൊരു ദുരന്തമായിട്ട് തന്നെ കാണണ്ട. അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് അതിനുവേണ്ടി ഒരു കോമഡി കാണേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പാർട്ടി പറയുന്ന ദേശീയ തലത്തിലുള്ള പാർട്ടിയുടെ ലീഡേഴ്സ് ഇതൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു ടൈം ഫിക്സ് ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യാൻ അങ്ങനെയുള്ള വാഷിംഗ്ടണിന്റെ ജനങ്ങളിലേക്ക് എല്ലാം എത്തിയിട്ടുണ്ട്. പിന്നെ ഓരോ രാഷ്ട്രീയ സാഹചര്യം, ആ കാലഘട്ടത്തിൽ ആ സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഒരു പക്ഷേ ജനങ്ങൾ പ്രയോറിറ്റി കൊടുത്ത രാഷ്ട്രീയ സാഹചര്യമായിരിക്കും. ചില സമയത്ത് ജനങ്ങൾ കൊടുക്കുന്നത് അത് വികസനവുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പൊ ചില സമയത്ത് വികസനവുമായി ബന്ധപ്പെട്ട് കൊടുക്കാതെ വരുമ്പോഴൊക്കെ നമുക്ക് വിഷമം. രാഷ്ട്രീയ സാഹചര്യം അതൊരു സ്വാതന്ത്ര്യമാണല്ലോ, ജനത്തിന്റെ ഓരോന്നായ സ്വാതന്ത്ര്യമാണ്. അതൊക്കെ നമുക്ക് 8-ാം തീയതി സംസാരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷങ്ങളിൽ വളരെയധികം സീനിയേഴ്സ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരിവിടെയുണ്ട്. നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും സഹായത്തിനും ഞാൻ പ്രത്യേകം നന്ദി നേരുന്നു. തുടർന്നും കോട്ടയം മാത്രമല്ല കേരള സംസ്ഥാനം പ്രത്യേകിച്ച് ഓരോരുത്തരും കോട്ടയവുമായി ബന്ധപ്പെട്ടാണ് രാഷ്ട്രീയത്തിന് അതീതമായി ടൂറിസവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളൊക്കെ ചിലതൊക്കെ സ്റ്റേറ്റും ഒക്കെ ആയി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ പ്ലാനിങ് ഒരു ഞാൻ ഓർക്കുന്നതിനകത്ത് ഇതുമായി ഒരുമിച്ചിരുന്നാണ് ഞങ്ങളെല്ലാം പാകിസ്ഥാനുണ്ടായിരുന്നു. പുഞ്ചരയുമായി ബന്ധപ്പെട്ടുള്ള അവിടുത്തെ അവിടെ പോയാൽ കാണാൻ കഴിയും. പോകേണ്ട അതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അവിടെ കൊണ്ടുള്ള റോഡ് അങ്ങോട്ട് കൊണ്ടുവന്നത്. കാരണം അങ്ങോട്ടൊന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങോട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ പോകുമ്പോൾ അവിടെയാണ് ഇതാണ് പ്രശ്നങ്ങളൊക്കെ കൈയ്യടക്കാരൊക്കെ ഉണ്ടാകും. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തി മനോഹരമായ ഒരു പ്രോജക്റ്റ് ഇപ്പൊ കൂടുതൽ നോക്കിയാൽ പല റീൽസും വരുന്നത് ഞങ്ങളുടെ നമ്പറും പല റീൽസും കാണുമ്പോൾ അവസാനം ഇല്ലിക്കല്ല ഇല്ലിക്കല്ല. അതൊക്കെ നമ്മൾ കോട്ടയത്തിന്റെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിനൊക്കെ തീർച്ചയായും ഒരു കൂട്ടായ്മ ജനപ്രതിനിധികൾ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്.